ഹലോ ഓൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 4-ലെ ബ്രിഡ്ജസ്, കൾവേർട്ട്, പിന്നെ അതേപോലെ ടണൽ, അതിൻ്റെയൊക്കെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് എയർപോർട്ട് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം അതിൽ പഠിക്കാനുള്ളത് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതായത് പിന്നെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എയർപോർട്ട് പഠിക്കാനുണ്ട്. പിന്നെ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ എയർപോർട്ട്. ഒരു എയർപോർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ എയർപോർട്ട് കോമ്പണൻസ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പം എയർപോർട്ടിൻ്റെ ഡെഫിനിഷനാണ് ആദ്യം പറയുന്നത്. An airport is a facility where passengers connect from ground transportation to air transportation. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇൻഫ്രാസ്ട്രക്ചർ. എയർപോർട്ട് എന്ന് പറഞ്ഞത് ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അതിൻ്റെ പർപ്പസ് എന്താണ്? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ നിന്നും എയർ ട്രാൻസ്പോർട്ടേഷനിലേക്ക് പാസഞ്ചേഴ്സിനെ കണക്റ്റ് ചെയ്യുക, അതാണ് ഒരു പർപ്പസ്. ഓക്കെ, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ നിന്നും പാസഞ്ചേഴ്സിനെ എയർ ട്രാൻസ്പോർട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുക, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അങ്ങനത്തെ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എയർപോർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, ഇറ്റ്സ് എ ലൊക്കേഷൻ വെർ എയർക്രാഫ്റ്റ് സച്ച് ആസ് എയർപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ് ടേക്ക് ഓഫ് ആൻഡ് ടേക്ക് ലാൻഡ്. അതായത് സം എയർക്രാഫ്റ്റ്, ഏതൊക്കെ? ഹെലികോപ്റ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ എയറോപ്ലെയിൻസ്, ഇതിനൊക്കെ ലാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ. ഓക്കെ, പിന്നെ അടുത്ത് പറയുന്നൊരു പോയിന്റ്, എയർക്രാഫ്റ്റ് മേ ബി സ്റ്റോർഡ് ഓർ മെയിൻറ്റെയിൻഡ് അറ്റ് ആൻ എയർപോർട്ട്. ഇത് ഒരു ഡെഫിനിഷനല്ല, എന്നാലും പറയാണ്. ഇത് എയർക്രാഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ പിന്നെ സ്റ്റോർ ചെയ്ത് നിർത്താൻ. പിന്നെ അടുത്ത പറയുന്ന പോയിന്റ്, പിന്നെ ഒരു എയർപോർട്ടിൽ ഉണ്ടാകുന്ന അത്യാവശ്യം ചില കോമ്പണൻസ് ആണ് പറയുന്നത്. ഷുഡ് ഹാവ് റൺവേ ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്, ബിൽഡിംഗ് സച്ച് ആസ് ഹങ്കേഴ്സ് ആൻഡ് ടെർമിനൽ ബിൽഡിങ്സ്. അതുപോലത്തെ കോമ്പണൻസ്, എയർപോർട്ട് കോമ്പണൻസ് ഒക്കെ എന്തുണ്ടാവും? ഒരു എയർപോർട്ടിൻ്റെ അകത്തുണ്ടാവും. അതാണ് പറഞ്ഞത്. റൺവേ ഉണ്ടാവും, എന്തിന്? ടേക്ക് ഓഫും ലാൻഡും ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഹങ്കാർ എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ എയർക്രാഫ്റ്റിനെ കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നെ ഒരു ഗ്യാരേജ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഹങ്കാർ. പിന്നെ അതുപോലെ തന്നെ ടെർമിനൽ ബിൽഡിംഗ് പറഞ്ഞാൽ നമ്മൾ പാസഞ്ചേഴ്സ് വന്നിട്ട് പാസഞ്ചേഴ്സിനെ അകത്തോട്ട് കയറുന്നതും, പിന്നെ അതുപോലെ കസ്റ്റംസ്, പിന്നെ ചെക്കിങ്, ക്ലിയറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു പ്ലേസിനാണ് എന്ത് പറയുന്നത്? ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എയർപോർട്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എയർപോർട്ടിൽ നമ്മൾ 3 എണ്ണമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് റീജിയണൽ എയർപോർട്ട്, പിന്നെ ഒന്ന് ഡൊമസ്റ്റിക് എയർപോർട്ട്, പിന്നെ മൂന്നാമത്തത് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇങ്ങനെ 3 എയർപോർട്ടാണ് മെയിനായിട്ട് നമുക്ക് ഉള്ളത്. 3 ടൈപ്പ് എയർപോർട്ടാണുള്ളത്. ഫസ്റ്റത് റീജിയണൽ എയർപോർട്ട്, രണ്ടാമത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട്, മൂന്നാമത്തത് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, അപ്പം അതിൽ റീജിയണൽ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു റീജിയൻ എന്ന് പറയുമ്പം അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലുള്ള കുറച്ച് എയർപോർട്ടുകൾ, അവർ തമ്മിൽ മാത്രമേ കണക്ഷൻ ഉണ്ടാവുള്ളൂ. അതായത് അവിടുന്ന് പോകുന്ന ഫ്ലൈറ്റുകൾക്ക് ആ ഒരു സൗത്ത് ഇന്ത്യയിലുള്ള എയർപോർട്ടുകളുമായിട്ട് മാത്രമേ കണക്ഷൻ ഉണ്ടാവുള്ളൂ. അവർക്ക് ത്രൂ ഔട്ട് ഇന്ത്യയിൽ പോകാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദ കൺട്രി, രാജ്യത്തിൻ്റെ പുറത്തോട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ എയർപോർട്ടുകളാണ് എന്ത് വിളിക്കുന്നത്? റീജിയണൽ എയർപോർട്ട് എന്ന് വിളിക്കുന്നത്. റീജിയണൽ എയർപോർട്ട് ഈസ് ആൻ എയർപോർട്ട് സെർവിങ് ട്രാഫിക് വിത്തിൻ എ റിലേറ്റീവ്ലി സ്മാൾ ഓർ ലൈറ്റ്ലി പോപ്പുലേറ്റഡ് ഗ്രാഫിക്കൽ ഏരിയ. ഒന്നുകിൽ ഒരു ചെറിയൊരു റീജിയൻ ആവാം, അല്ലെങ്കിൽ പിന്നെ വളരെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ. ആ ഒരു ഏരിയയിൽ
ഉള്ള എയർപോർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് എയർക്രാഫ്റ്റുകൾ പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എയർപോർട്ടുകൾ എന്ത് വിളിക്കും നമ്മൾ? റീജിയണൽ എയർപോർട്ട് എന്ന് വിളിക്കും. പിന്നെ അടുത്തത് ഡൊമസ്റ്റിക് എയർപോർട്ട്. ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രാജ്യത്തിൻ്റെ അകത്ത് എവിടേക്കും പോകാൻ പറ്റുന്ന തരത്തിലുള്ള എയർപോർട്ടുകൾ. ഓക്കെ, ആ ഒരു എയർപോർട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അകത്തുള്ള എല്ലാ എയർപോർട്ടിൻ്റെ അകത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ കഴിയും. അതായത് അവിടുന്ന് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വിമാനങ്ങൾ അങ്ങോട്ട് പോകുന്ന സർവീസുകൾ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എയർപോർട്ടുകൾ എന്ത് വിളിക്കും? ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് വിളിക്കും. പിന്നെ അടുത്തത് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു എയർപോർട്ട് പോയി കഴിഞ്ഞാൽ ഏത് രാജ്യത്തോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിപ്പെടാൻ പറ്റും. കാരണം അങ്ങനത്തെ സർവീസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് വേറെ ഏത് രാജ്യത്തേക്കും എത്തിപ്പെടാനുള്ള എയർക്രാഫ്റ്റുകളൊക്കെ അവിടെ വരുന്നുണ്ടാവും. അങ്ങനത്തെ എയർപോർട്ടുകളാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇനി ഇത് സാധാരണ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ടിപ്പിക്കൽ ലേഔട്ട് ഓഫ് എയർപോർട്ട്. ഒരു എയർപോർട്ടിൻ്റെ ലേഔട്ട് വരയ്ക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇതിൽ ഈ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വരക്കണം. ഓക്കെ, അപ്പം അത് ഇതിൽ കുറേ കാണിച്ചിട്ടുണ്ട്. റൺവേ കാണിച്ചിട്ടുണ്ട്, ടാക്സിവേ, ഏപ്രൺ, എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്, പിന്നെ ഹങ്കാർ, മെയിൻ്റനൻസ്, പാർക്കിംഗ്, ടെർമിനൽ ബിൽഡിങ്, പിന്നെ കൺട്രോൾ ടവർ, ഫ്രൈറ്റ്, ഫ്യൂൾ ഡിപ്പോട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം എന്തായാലും വരക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എയർപോർട്ട് കോമ്പണൻസ് ആണ്. ഈ ഒരു ഡയഗ്രാം വരച്ചിട്ടായിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളത്. പിന്നെ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ കോമ്പണൻസ് എഴുതാൻ പറയുക, അതിൻ്റെ അത് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം ആദ്യം വരക്കണം, എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ കോമ്പണൻസ് എടുത്തിട്ട് എഴുതുക. ഫസ്റ്റ് ഇത് ടെർമിനൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചേഴ്സ് വന്ന് കയറുന്ന സ്ഥലം. അതായത് ഈ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അകത്താണ് എന്ത് പിന്നെ ചെക്കിങ് ഉണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ കസ്റ്റംസ് ഉണ്ടാവുക, പിന്നെ ക്യാൻറ്റീന്, പിന്നെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എവിടെയാണ്? പിന്നെ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഉണ്ടാവുക. പാസഞ്ചേഴ്സിന് വന്നിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന ആ ഒരു സ്ട്രക്ചർ, അതിനാണ് എന്ത് വിളിക്കുന്നത്? ടെർമിനൽ ബിൽഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ആൾസോ നോൺ ആസ് എയർപോർട്ട് ടെർമിനൽ. ദീസ് ബിൽഡിംഗ്സ് ആർ ദ സ്പേസസ് വെയർ പാസഞ്ചേഴ്സ് ബോർഡ് ഓർ അലൈറ്റ് ഫ്രം ഫ്ലൈറ്റ്സ്. These buildings house all the necessary facilities for passengers to check in their luggage, clear the customs. അത് പിന്നെ ലഗേജ് ചെക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കസ്റ്റംസ് ക്ലിയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കോഫി ഹൗസ്, പിന്നെ ബീവറേജസ്, അങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സ്ട്രക്ചറിനാണ് എന്ത് വിളിക്കുന്നത്? ടെർമിനൽ ബിൽഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് റൺവേ. റൺവേ എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് വന്നിട്ട് ലാൻഡ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? റൺവേസ് എന്ന് വിളിക്കുന്നത്. എ റൺവേ ഈസ് ദ ഏരിയ വേർ ആൻ എയർക്രാഫ്റ്റ് ലാൻഡ് ഓർ ടേക്ക് ഓഫ്. എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാനോ ഉള്ള ആ ഒരു പൊസിഷനാണ്, ആ ഒരു പാത്തിനെയാണ്, ആ ഒരു പെർമനൻറ്റിനാണ് എന്ത് വിളിക്കുന്നത്? റൺവേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഏപ്രൺ. ഏപ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർക്രാഫ്റ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ എയർക്രാഫ്റ്റിന് വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പ്ലേസ്. ഓക്കെ, എയർക്രാഫ്റ്റ് റൺവേയിൽ ലാൻഡ് ചെയ്തു ശേഷം അത് പിന്നെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്തിട്ട് ആൾക്കാർ, അതായത് പാസഞ്ചേഴ്സിന് ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലാണ് എന്ത് ചെയ്യുക? നമ്മുടെ എയർക്രാഫ്റ്റ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ആ ഒരു എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനാണ് എന്ത് വിളിക്കുന്നത്? ഏപ്രൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഇവിടെ ഏപ്രൺ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗത്തിനൊക്കെയാണ് ഏപ്രൺ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. എയർക്രാഫ്റ്റ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക, റൺവേയിൽ ലാൻഡ് ചെയ്തു, എന്നിട്ട് പിന്നെ എയർക്രാഫ്റ്റിൻ്റെ അകത്തുള്ള പാസഞ്ചേഴ്സിനെ അതേപോലെ തന്നെ ഗുഡ്സിനൊക്കെ അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തുന്ന ഒരു സ്ഥലം.
ആ ഒരു സ്ഥലത്തിനാണ് എന്ത് വിളിക്കുക? ഏപ്രൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ. എയർക്രാഫ്റ്റ് ഏപ്രൺസ് ആർ ദ ഏരിയാസ് വെർ ദ എയർക്രാഫ്റ്റ് പാർക്ക്. എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? ഏപ്രൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ടാക്സി വേ. ടാക്സി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ടാക്സി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൺവേയിൽ നിന്ന് നമ്മുടെ എയർക്രാഫ്റ്റിനെ ഏപ്രണിലേക്കോ അല്ലെങ്കിൽ ടെർമിനൽ ബിൽഡിങ്ങിലേക്കോ ഒക്കെ കൊടുക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ. ഏപ്രണിൻ്റെ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ പിന്നെ ടെർമിനൽ ബിൽഡിങ്സിൻ്റെ ഭാഗത്തോട്ടോ കൊടുക്കുന്ന റോഡുകൾ, അങ്ങനത്തെ ഒരു കണക്ഷൻസ്, ആ കണക്ഷൻസിനാണ് എന്ത് വിളിക്കുന്നത്? ടാക്സി വേ എന്ന് വിളിക്കുന്നത്. എ ടാക്സി വേ ഈസ് എ പാത്ത് ഓൺ ആൻ എയർപോർട്ട് കണക്റ്റിംഗ് റൺവേസ് വിത്ത് റാമ്പ്, ഹങ്കാസ്, ടെർമിനൽസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. അതായത് പിന്നെ ഏപ്രൺസിനെ, അതുപോലെ തന്നെ ഹങ്കാസിനെ, ടെർമിനൽ ബിൽഡിങ്സിനെ, പിന്നെ വേറെ വല്ല ഫെസിലിറ്റീസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്, ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു പാത്തിനാണ് എന്ത് വിളിക്കുന്നത്? ടാക്സി വേ എന്ന് വിളിക്കുന്നത്. പിന്നെ അത് സാധാരണ ഉണ്ടാക്കാറുള്ളത് അസ്ഫാൾട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ടാക്സി വേ കൺസ്ട്രക്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ. പിന്നെ അടുത്തത് കൺട്രോൾ ടവർ. കൺട്രോൾ ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എയർപോർട്ടിൻ്റെ അകത്ത്, അതായത് റൺവേയിൽ ഒരു സൈഡിലായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു കൺട്രോൾ ടവർ. ആ കൺട്രോൾ ടവറിൻ്റെ അകത്ത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നീഷ്യൻസ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരാണ് പിന്നെ സിഗ്നൽസ് കൊടുക്കുക, വരുന്ന എയർക്രാഫ്റ്റുകൾക്ക് സിഗ്നൽസ് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽസ് കൊടുക്കുന്നത് ആരാണ്? കൺട്രോൾ ടവറിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു സിഗ്നൽസ് കൊടുക്കുക. അതായതിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് മഞ്ഞ് മൂടി നിൽക്കണമെന്ന് കരുതുക. മഞ്ഞ് മൂടി നിൽക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ റൺവേ കാണില്ല, അതായത് പൈലറ്റ്സിന് റൺവേ കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ കൺട്രോൾ ടവറിൻ്റെ അകത്തിരിക്കുന്ന ആൾ വിളിച്ച് പറയും, ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലൈറ്റ് ഇറക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കിയാൽ മതി എന്ന് പറയും. കാരണം എന്താണ്? അപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം റൺവേ കാണുന്നില്ല. റൺവേ കാണാതെ ഫ്ലൈറ്റ് ഇറക്കി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് കൺട്രോൾ ടവർ. പിന്നെ അടുത്തത് എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്. അപ്പോൾ എയർക്രാഫ്റ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എയർക്രാഫ്റ്റിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്ലേസ്. ഓക്കെ. പെട്ടെന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് പോകാനുള്ളൊരു സമയത്ത് വണ്ടി നിർത്തിയല്ല, ഒരുപാട് നേരത്തേക്ക് ഫ്ലൈറ്റിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ ഫ്ലൈറ്റിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫെസിലിറ്റിയാണ് എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്. എ പോർഷൻ ഓഫ് ആൻ ഏപ്രൺ ഡെസിഗ്നേറ്റഡ് ആസ് taxiway and intended to provide access to aircraft stand only. എയർക്രാഫ്റ്റ് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്ട്രക്ചർ, അതാണ് എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്. ഓക്കെ. അടുത്തത് കാർഗോ ഓർ ഫ്രൈറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്ന ഗുഡ്സ് സാധനങ്ങളുണ്ടാവും, ഒരുപാട് ചരക്കുകളുണ്ടാവും. ആ ചരക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ചാമ്പർ. ഓക്കെ. ദീസ് ആർ ദ ഫെസിലിറ്റി ടു പ്രൊവൈഡ് ഹാൻഡിൽ ദ ഗുഡ്സ് ആൻഡ് കാർഗോ അല്ലെങ്കിൽ ഗുഡ്സിനൊക്കെ ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സ്ട്രക്ചർ, അതാണ് കാർഗോ ഓർ ഫ്രൈറ്റ് ഫെസിലിറ്റി. പിന്നെ അടുത്തത് ഫ്യൂലിംഗ് കപ്പാസിറ്റി. ഫ്യൂലിംഗ് കപ്പാസിറ്റി എന്നത് പിന്നെ എയറോപ്ലെയിൻസിന് പിന്നെ ഫ്യൂല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് ഫ്യൂലിംഗ് കപ്പാസിറ്റി. അടുത്തത് പാർക്കിംഗ് ഫെസിലിറ്റി. പാർക്കിംഗ് ഫെസിലിറ്റി പറഞ്ഞാൽ പിന്നെ നമ്മുടെ പുറത്ത് വരുന്ന പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഇറങ്ങുന്ന പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, വാഹനവുമായി വരും.
അപ്പോൾ ആ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് എന്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്, പാർക്കിംഗ് ഫെസിലിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിനെയാണ് എന്ത് വെച്ചിട്ടുള്ളത്, പാർക്കിംഗ് ഫെസിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൺവേ ലേഔട്ട് ആണ് അടുത്ത് പറയാനുള്ളത്. റൺവേ ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റൺവേസ് എങ്ങനെ അലൈൻ ചെയ്യുന്നു, അതാണ് റൺവേ ലേഔട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു എയർപോർട്ടിൻ്റെ അകത്ത് റൺവേസ് എങ്ങനെ അലൈൻ ചെയ്യുന്നു, അത് നമ്മൾ മെയിനായിട്ട് അവിടെ വരുന്ന ട്രാഫിക് വോളിയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക. അതായത് ഇപ്പം അത്യാവശ്യം നല്ലൊരു ഒരുപാട് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഒരുപാട് ഫ്ലൈറ്റുകൾ വരുന്നൊരു എയർപോർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2-3 റൺവേസ് വേണ്ടി വരും. പക്ഷേ വളരെ ചുരുക്കം എയർക്രാഫ്റ്റുകൾ മാത്രം ഒരു ദിവസം ലാൻഡ് ചെയ്യണമെന്നുള്ളെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ റൺവേ മതിയാവും. ഓക്കെ, അപ്പം നമ്മൾ റൺവേ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ റൺവേ ലേഔട്ട് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് എയർപോർട്ട് ആൻഡ് അക്കോർഡിംഗ് ടു ദ ട്രാഫിക് വോളിയം. റൺവേ ലേഔട്ട് ആർ ഡെസിഗ്നേറ്റഡ് ആസ് ഫോളോസ്. ട്രാഫിക് വോളിയൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺവേ ലേഔട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം പറയുന്നത് സിംഗിൾ റൺവേ, രണ്ടാമത്തത് ഓപ്പൺ പാരലൽ റൺവേ, ഓഫ്സെറ്റ് പാരലൽ റൺവേ, 2 ഇൻ്റർസെക്റ്റിംഗ് റൺവേ, 3 ഇൻ്റർസെക്റ്റിംഗ് റൺവേ, ടാൻജൻഷ്യൽ റൺവേ. ഓക്കെ, അപ്പം ആദ്യം പറയുന്നത് സിംഗിൾ റൺവേ. സിംഗിൾ റൺവേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ റൺവേ മാത്രമേ ഉള്ളൂ. ഈ ഒരു കാണുന്ന സിംഗിൾ ആയിട്ടുള്ള ഈ റൺവേ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരൊറ്റ റൺവേ. ബാക്കി ഏപ്രൺ, പിന്നെ അതുപോലെ തന്നെ ടെർമിനൽ ബിൽഡിങ്, ഹങ്കാർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഫ്യൂലിംഗ് കപ്പാസിറ്റി, അങ്ങനെ അല്ലെങ്കിൽ ഫ്യൂലിംഗ് ഡിപ്പോട്ട്, അങ്ങനത്തെ സ്ട്രക്ചറൊക്കെ എന്തുണ്ടാവും, ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നതാണ് ഓപ്പൺ പാരലൽ. ഓപ്പൺ പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 റൺവേസ് എന്ത് ചെയ്യുക, പാരലായിട്ട് വരിക. ഓക്കെ, 2 റൺവേസും പാരലായിട്ട് വരിക. അപ്പം അങ്ങനത്തെ റൺവേസിനാണ് ഓപ്പൺ പാരലൽ റൺവേസ് എന്ന് പറയുന്നത്. എല്ലാവിധ ടെർമിനൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഓഫ്സെറ്റ് പാരലൽ. ഓഫ്സെറ്റ് പാരലൽ എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ പോലെ തന്നെ പാരലൽ തന്നെയാണ്. പക്ഷേ എന്താണ് വ്യത്യാസം, എന്താണ് ഈ പാരലായി നിൽക്കുന്നതിൻ്റെ ഒരു ഓഫ്സെറ്റ്, ഒരു ചെറിയൊരു ഓഫ്സെറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് പാരലായിട്ട് സെയിം ലെങ്ത് ആവണമെന്നില്ല, ചിലപ്പം ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഫെസിലിറ്റീസൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളതിനാണ് ഓഫ്സെറ്റ് പാരലൽ എന്ന് വിളിക്കുന്നത്. ചിലപ്പം ലെങ്ത് ഓഫ് റൺവേ ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അങ്ങനത്തെ റൺവേസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓഫ്സെറ്റ് പാരലൽ റൺവേ എന്ന് വിളിക്കുന്നത്. ഇങ്ങനത്തെ ഒരു റൺവേ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാരലൽ റൺവേസ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതായത് ഇവിടെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവുകയാണ്, ഒരു തടസ്സം ഉണ്ടാവുകയാണ്. അങ്ങനെ സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു വലിയ ഹില്ല് എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുക, അത്യാവശ്യം നല്ലൊരു വലിയ ഹില്ലുണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് കരുതുക, അപ്പോൾ അവിടെ ഫില്ല് ചെയ്യൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കും, അതുപോലെ തന്നെ ഇതിന് പാരലായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഓഫ്സെറ്റ് പാരലൽ റൺവേസ് കിട്ടുക. പിന്നെ അടുത്തത് 2 ഇൻ്റർസെക്റ്റിംഗ് റൺവേ. 2 റൺവേസ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുക, അതിനാണ് 2 ഇൻ്റർസെക്റ്റിംഗ് റൺവേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മൂന്നാമത് 3 ഇൻ്റർസെക്റ്റിംഗ് റൺവേ. 3 ഇൻ്റർസെക്റ്റിംഗ് റൺവേ ഏതൊക്കെയാണ് റൺവേസ് ഇതിൽ കാണിക്കുന്ന പോലെ, ഇതിലിത് ഇവിടെ ഇങ്ങനെ ഒരു റൺവേസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു റൺവേ വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു റൺവേ പോകുന്നുണ്ട്, ഈ കാണുന്നൊരു റൺവേ ഉണ്ട്, പിന്നെ ഈ കാണുന്നൊരു റൺവേ ഉണ്ട്. അങ്ങനെ 3 റൺവേസ് എന്ത് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ചെയ്യുക. അതിനാണ് എന്ത് വിളിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു റൺവേ പോകുന്നുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ റൺവേ പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ റൺവേ പോകുന്നുണ്ട്. അങ്ങനെ ഈ 3 റൺവേസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ റൺവേസിനെ എന്ത് വിളിക്കുന്നത്, 3 ഇൻ്റർസെക്റ്റിംഗ് റൺവേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ടാൻജൻഷ്യൽ റൺവേ. ടാൻജൻഷ്യൽ റൺവേ എന്ന് പറഞ്ഞാൽ നമ്മളെ ടെർമിനൽ ബിൽഡിങ്ങും അതുപോലെ തന്നെ പിന്നെ ഏപ്രൺസും ഇതൊക്കെ ടാൻജൻഷ്യലി വന്ന് ആക്ട് ചെയ്യുക. അതായത് ഏറ്റവും സെൻട്രലായിരിക്കും എന്തുണ്ടാവുക, ഏപ്രൺസും ടെർമിനൽ ബിൽഡിങ്സൊക്കെ ഉണ്ടാവുക. ആ ഒരു സെൻട്രൽ ഭാഗത്തോട്ട് പിന്നെ നമ്മുടെ റൺവേസ് എല്ലാം ടാൻജൻഷ്യലി വന്നിട്ട് അലൈൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും, ടാൻജൻഷ്യൽ റൺവേ നിൽക്കും. ഏറ്റവും സെൻട്രലുള്ള ഭാഗം ഏപ്രൺ,
അതുപോലെ തന്നെ ടെർമിനൽ ബിൽഡിങ്സ്, അതിൻ്റെയൊക്കെ ആ ഭാഗത്ത് നമ്മൾ സർക്കുലർ ഷേപ്പായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു സർക്കുലർ ഷേപ്പിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും റൺവേ അലൈൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള റൺവേകളെ എന്ത് വിളിക്കും? ടാൻജൻഷ്യൽ റൺവേ എന്ന് വിളിക്കും. ഇനി അടുത്തത് സാധാരണ ചോദിക്കാറുള്ള പാർട്ട് സിയിലൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വൈൽ സെലക്ടിങ് ദ സൈറ്റ് ഫോർ എയർപോർട്ട്. ഒരു എയർപോർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റത് അവൈലബിലിറ്റി ഓഫ് അഡീക്വേറ്റ് ഏരിയ. നമുക്ക് വേണ്ടത്രത്തോളം ഏരിയ അവൈലബിൾ ആണോ എന്ന് നോക്കുക. പിന്നെ രണ്ടാമത്തത് ആക്സസിബിലിറ്റി. ആക്സസിബിലിറ്റി പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തോട്ട് പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത്. ഒരു കാട്ടുമുക്കിൽ കൊണ്ടിട്ട് ഒരു എയർപോർട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ചിലപ്പം ആൾക്കാർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞോളന്നില്ല. ഒരു മീഡിയം പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ആൾക്കാർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത് ആക്സസിബിലിറ്റി. പിന്നെ രണ്ടാമത്തത് ടോപ്പോഗ്രഫി, പിന്നെ സോയിൽ കണ്ടീഷൻ ആൻഡ് ഡ്രെയിനേജ്. അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫി, ഭൂമിൻ്റെ കിടപ്പ്, പിന്നെ അതുപോലെ തന്നെ സോയിൽ കണ്ടീഷൻ, സോയിലിൻ്റെ സ്റ്റെബിലിറ്റി, പിന്നെ ഡ്രെയിനേജ്, അവിടെ വല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രെയിനേജസ് ഉണ്ടോ, പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഏത് ഭാഗത്തോട്ടാണ് ഒഴുകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ അവൈലബിലിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി ഉണ്ടോ നോക്കണം. പിന്നെ അടുത്തത് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. പിന്നെ ആ ഒരു പ്രൊജക്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് നമുക്ക് ആവശ്യമാണെന്നുള്ളത്, അതാണ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. പിന്നെ അടുത്തത് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് കോസ്റ്റ് എത്ര വേണമെന്നുള്ളത്. പിന്നെ അടുത്തത് ട്രാഫിക് വോളിയം ആൻഡ് ടൈപ്പ് ഓഫ് ട്രാഫിക് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്രത്തോളം വാഹനങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം എയർക്രാഫ്റ്റുകൾ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പിന്നെ എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ എത്രത്തോളം പാസഞ്ചേഴ്സ് അവിടെ വരുന്നു, അതാണ് ട്രാഫിക് വോളിയം എന്ന് ഉദ്ദേശിച്ചത്. അതിൻ്റെ ടൈപ്പ് ഓഫ് ട്രാഫിക് എന്ന് ഉദ്ദേശിച്ചത് അവിടെ വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഗുഡ്സാണോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സാണോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞത് പിന്നെ കാറ്റിൻ്റെ ഡയറക്ഷനാണ്, അല്ലെങ്കിൽ എയറിൻ്റെ ഡയറക്ഷൻ, കാറ്റ് ഏത് ഭാഗത്തോട്ട് പോകുന്നു എന്നുള്ള അതാണ് ക്രോസ് വിൻഡ് കമ്പോണൻറ്റ്. അപ്പോൾ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൈറ്റൊക്കെ ലൊക്കേറ്റ് ചെയ്യുക. അത് മെയിനായിട്ട് റൺവേ അലൈൻ ചെയ്യലൊക്കെ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റൺവേ അലൈൻ ചെയ്യുക. ഓക്കെ.